നമസ്കാരം. കേരളത്തിൽ ഭരണം മാറിയെന്നും LDF ഇപ്പോൾ ഭരണത്തിലില്ലെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നല്ലെന്നും UDF അധികാരത്തിൽ വന്നെന്നും ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നാണെന്നും ഒക്കെ ഇന്നലെ ആ പാരിയത്തുകാവിലെ സംഭവം കണ്ടപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. ഒരു വല്ലാത്തൊരു ചേഞ്ച് തന്നെ UDF ജനങ്ങൾക്ക് സമ്മാനിച്ചതെന്ന് പറയാതെ വയ്യ. ഒന്ന് ആലോചിച്ച് നോക്കണം. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ, അതായത് കുന്നത്തുനാട് മണ്ഡലത്തിൽ, ആ മണ്ഡലത്തിലെ MLA കോൺഗ്രസ്സുകാരനാണ്, മാത്രമല്ല KPCC വൈസ് പ്രസിഡന്റ് ആണ്, VP സജീന്ദ്രനാണ്. ആ മണ്ഡലത്തിലാണ് ഇന്നലെ കുടിയൊഴിപ്പിക്കൽ എന്ന പേരിൽ പാരിയത്തുകാവിൽ പട്ടികജാതി ഉന്നതിയിൽ പോലീസ് കയറി ഇറങ്ങി വലിയ രീതിയിലുള്ള നരനായാട്ടം നടത്തിയത്. എന്തായിരുന്നു ആ സമരം ചെയ്യുന്നവരുടെ ആവശ്യം? അതായത് ജനിച്ച മണ്ണിൽ തന്നെ അന്തി ഉറങ്ങണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ജനിച്ച മണ്ണിൽ അന്തി ഉറങ്ങുന്നതിന് വേണ്ടി സമരം ചെയ്ത, മണ്ണിന് വേണ്ടി സമരം ചെയ്ത ആളുകളെയാണ് UDFന്റെ സർക്കാർ ഈ രീതിയിൽ അതിക്രൂരമായി ആക്രമിച്ചിട്ടുള്ളത്. അധികാരത്തിൽ വന്ന് 3 ദിവസമേ ആയിട്ടുള്ളൂ. 3 ദിവസമായപ്പോഴേക്കും അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് മറ്റൊരു യലഹങ്കയാക്കാൻ നോക്കി പാരിയത്തുകാവിനെ. കർണാടകയിൽ അറിയാമല്ലോ, കോൺഗ്രസ് യലഹങ്ക എന്ന് പറയുന്ന ആ സ്ഥലത്ത് ബുൾഡോസർ രാജ് നടപ്പിലാക്കിയത് നമ്മൾ കണ്ടതാണ്. ആ മോഡൽ ഒരു സംഭവമാണ് പാരിയത്തുകാവിലും VD സതീശന്റെ സർക്കാർ അങ്ങ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിയത്. പക്ഷേ സഖാക്കൾ മുന്നിട്ടിറങ്ങിയതോടെ പോലീസിന് പിൻവാങ്ങേണ്ടി വന്നു. ഒന്ന് ആലോചിച്ചു നോക്കണം. കോടതി വിധി നടപ്പിലാക്കാൻ വന്നതാണ് എന്നാണ് ഇവർ പറയുന്നത്. ഈ കോടതി വിധി നടപ്പിലാക്കാൻ LDF ഭരിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടെന്നേ. അന്ന് ഈ ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ ജനങ്ങൾക്ക് വേണ്ടി നിലയുറച്ചുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ മണ്ഡലത്തിലെ MLA അഡ്വക്കേറ്റ് PV ശ്രീനിധൻ. അദ്ദേഹം അന്ന് ഇവർ വരുമ്പോൾ അവരെ മടക്കി അയച്ച് വിടുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് അന്ന് LDF ആണ് ഇവിടെ ഭരിക്കുന്നത്, ഒപ്പം LDFന്റെ MLA ആണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ കോടതി വിധി നടപ്പിലാക്കാൻ വരുമ്പോൾ അവരെ മടക്കി അയച്ചാൽ എന്ത് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരും ആ സർക്കാരിന്. ഇതൊന്നും നോക്കാതെ ആ ജനങ്ങൾക്ക് വേണ്ടി, അവർക്ക് അവിടെ താമസിക്കാനുള്ള, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഭൂമി അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി ആ ജനങ്ങൾക്കൊപ്പം ആ സമരം നടത്തുന്ന ആളുകളുടെ ശബ്ദമായി ആ സർക്കാർ മാറുന്ന കാഴ്ച, അവിടുത്തെ ജനപ്രതിനിധി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? അവിടെ പോലീസ് ബൂട്ടിട്ട ചെരിപ്പിട്ട് അവരെ ചവിട്ടിക്കൂട്ടുമ്പോൾ, ലാത്തി കൊണ്ട് അവിടെ സ്ത്രീകളെയും വയോധികരെയും ഒക്കെ അടിക്കുമ്പോൾ ആ മണ്ഡലത്തിലെ MLA എവിടെയായിരുന്നു? എന്തിന് നമ്മുടെ മുഖ്യമന്ത്രി എവിടെയായിരുന്നു? അങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയോ? VD സതീശൻ പൂക്കിയാകാൻ വേണ്ടിയുള്ള ഓട്ടത്തിലല്ലേ? VD സതീശൻ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ താരമാകാൻ വേണ്ടിയുള്ള ഓട്ടമല്ലേ? അതിനിടയിൽ ഇത് ഇങ്ങോട്ടേക്കൊക്കെ തിരിഞ്ഞു നോക്കാൻ എവിടെയാണ് സമയം? അല്ലെ? വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ മുഖ്യമന്ത്രി അല്ലേ? എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കണം. പോലീസ് ആ രീതിയിൽ നരയാട്ട് നടത്തുമ്പോൾ എത്ര അധികം അവിടെ കുട്ടികൾ ഉണ്ടായിരുന്നതെന്ന് അറിയാമോ? ആ കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് ഈ പോലീസ് അവരുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ ക്രൂരമായി മർദ്ദിക്കുന്നത്. ആ പിള്ളേര് പറയുന്നുണ്ട്, അച്ഛനെയും എന്റെ അമ്മയൊന്നും മർദ്ദിക്കില്ല സാറേ എന്ന് അവർ കരഞ്ഞപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവർ കേൾക്കുന്നില്ല. ആ പോലീസുകാരൻ ധാർഷ്ട്യത്തോടെ എന്താണ് പറയുന്നത്? ഇനിയും ഞങ്ങൾ വരും കേട്ടോ എന്നാണ് പറയുന്നത്. എത്ര വേഗമാണല്ലേ പോലീസ് മാറിയത്! കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും കുടിയൊഴിപ്പിക്കൽ എന്ന പേരിൽ ഇവിടെ പിണറായി വിജയന്റെ പോലീസ് ഈ രീതിയിലുള്ള നരനായാട്ട് നടത്തി നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ നമ്മൾ എപ്പോഴാണ് കണ്ടിട്ടുള്ളത്? UDFന്റെ ഭരണകാലത്ത് മാത്രമാണ്. UDF എവിടെ ഭരിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകൾ അവർ നടത്തിയിട്ടുണ്ട്. ഓർക്കുന്നില്ലേ? ആന്റണി സർക്കാരിന്റെ സമയത്ത് മുത്തങ്ങ സംഭവം, സമരം ചെയ്തവർക്ക് നേരെ അവരുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തൊരു സർക്കാരായിരുന്നു അന്ന് ആന്റണിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സർക്കാർ. മാത്രവുമല്ലല്ലോ, എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ അങ്ങനെ കാണാൻ കഴിയുന്നത്. ഈ സർക്കാർ 3-ാം ദിവസം അധികാരത്തിൽ വന്ന് 3-ാം ദിനം കടക്കുപുറത്ത് എന്ന് പറയുകയാണ്. ഇത് പഴയ മാടമ്പി സ്വഭാവമാണ്. എന്നാൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എന്താണ് ചോദിച്ചത്? 2 കാര്യങ്ങളാണ് ചോദിച്ചത്. ഭൂമിയില്ലാത്തവരുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, വീടില്ലാത്തവരുണ്ടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ വീടില്ലാത്തവർക്ക് എത്രയാണ്? 5.5 ലക്ഷം ആളുകൾക്കാണ് വീട് നൽകിയത്. എന്നാൽ ഈ സർക്കാർ എന്താണ് പറയുന്നത്? കടക്കുപുറത്ത്. അങ്ങനെ പറയുമ്പോഴും നമ്മുടെ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയല്ല, കുറച്ചു നേരത്തേക്ക് മാത്രമുള്ള വാർത്ത. ഒരു മാധ്യമം പോലും ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച പോലും നടത്തിയില്ല എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എത്രത്തോളം ഒരു പ്രിവിലേജ് ആണ് നമ്മുടെ വലതുപക്ഷ സർക്കാരിന് കിട്ടുന്നത് അല്ലേ? വലതുപക്ഷ സർക്കാരിന് ഏതും ചെയ്യാം. നമ്മുടെ മാധ്യമങ്ങളൊന്നും വിട്ടില്ല. പക്ഷേ മറിച്ച് അത് LDF സർക്കാർ ആയിരുന്നുവെങ്കിൽ ഇവിടെ എന്താകുമായിരുന്നു പുകില്? LDF സർക്കാർ ആയിരുന്നുവെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, ഈ VD സതീശൻ ഇത്രയും നേരമായി അങ്ങോട്ടേക്കൊന്ന് പോകാനോ അവരുടെ ആ പ്രശ്നങ്ങളൊന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ആ പ്രശ്നത്തിലൊന്ന് ഇടപെടാനോ ശ്രമം നടത്തിയിട്ടില്ല. ഈ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ തന്നെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി അറിയാതെയാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടാകും. മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ പോലീസ് ഇത്തരത്തിലുള്ള ഒരു അഴിഞ്ഞാട്ടം നടത്തുമോ? അപ്പൊ പോലീസൊക്കെ മാറിയിരിക്കുന്നു. പോലീസിന് ഏത് രീതിയിൽ വേണമെങ്കിലും അഴിഞ്ഞാടാം, അതിനുള്ള ലൈസൻസ് ഇതാ കൊടുത്തിരിക്കുന്നു. അപ്പോ അവിടെ ഈ സംഭവം നടന്നിട്ടുള്ള, ഈ ആക്രമണം നടന്നിട്ടുള്ളതിന് പിന്നിൽ ഇവർക്കൊക്കെ കൈകളുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് UDF സർക്കാർ എന്താണെന്നും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ പോക്ക് എങ്ങനെയാണെന്നും ഒക്കെ വളരെ വൃത്തിക്ക് കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ UDF സർക്കാരിന്റെ ചേഞ്ച് ആഗ്രഹിച്ചു നടന്ന ആളുകൾക്കൊക്കെ നല്ല ഒന്നൊന്നര ചേഞ്ച് കിട്ടിയില്ലേ എന്ന് തന്നെയാണ് ഇത് കാണുന്ന പല ജനങ്ങളും ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് പലരും ഈ സംഭവം കണ്ട ശേഷം UDFനെ ജയിപ്പിച്ച പലരും ഒക്കെ ഇങ്ങനെ അവിടുത്തെ മുൻ MLA PV ശ്രീനിജിനോടൊക്കെ പറയുന്ന കാഴ്ചയൊക്കെ കണ്ടു. ആ സമരം ചെയ്ത ഇടത്തിൽ ഒരു രീതിയിലും ആശ്വാസമായി കോൺഗ്രസിന്റെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഈ പാരിയത്തുകാവിൽ ഇന്നലെ പോലീസ് മർദ്ദിച്ച മർദ്ദനത്തിന്റെ ചെറിയ ദൃശ്യങ്ങളൊക്കെ എനിക്ക് വാട്സപ്പിൽ അവിടെയുള്ള ആളുകൾ അയച്ചു തന്നു. കണ്ടപ്പോൾ സങ്കടം തോന്നി. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, ആ സ്ത്രീ അവിടെ താമസിക്കുന്ന ഒരു അമ്മയാണ്. ആ അമ്മയാണ് ഇങ്ങനെ വലിച്ചഴച്ച് പോലീസുകാർ കൊണ്ടുപോകുന്നത്. അങ്ങനെ എത്ര അമ്മമാരെ, എത്ര അച്ഛന്മാരെ, എത്ര വൃദ്ധന്മാരെ, എത്ര ഹൃദ്രോഗികളെ ഒക്കെയാണ് ഇന്നലെ പോലീസ് അവിടെ മർദ്ദിച്ചതെന്നറിയാമോ? അവിടെയുള്ള കുട്ടികളുടെ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. പോലീസിന് എപ്പോ വരും അമ്മ അച്ഛ എന്നാണ് അവർ ചോദിക്കുന്നത്. VD സതീശ, നിങ്ങൾ ക്രൂരതയാണ് കാണിച്ചിട്ടുള്ളത്. VD സതീശൻ സർക്കാർ ഇത് ക്രൂരതയാണ്, കൊടും ക്രൂരതയാണ്. AK ആന്റണിയുടെ അടുത്ത് പോയി അനുഗ്രഹം മേടിച്ചിട്ട് വന്ന VD സതീശനിൽ നിന്ന് പിന്നെ വേറെ എന്ത് നിങ്ങൾ പ്രതീക്ഷിച്ചു എന്നാകും പലരും ചോദിക്കുക. തീർച്ചയായും എന്ത് പ്രതീക്ഷിക്കാനാണ് ഇതിനപ്പുറത്തേക്ക്, അല്ലെ? ഈ വിഷയത്തിൽ VD സതീശൻ ഇടപെട്ടുകൊണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് ഇടപെട്ടുകൊണ്ട് തടഞ്ഞവരെ തിരികെ അയക്കാമായിരുന്നു. പക്ഷേ അതുകൂടെ ചെയ്തില്ല. കഴിഞ്ഞ തവണ ഇതുപോലെയൊക്കെ പോലീസും ഉദ്യോഗസ്ഥരും വന്നപ്പോൾ LDF സർക്കാർ അവരെ മടക്കി അയച്ചതിന്റെ പ്രതികാര നടപടിയാണോ ഇതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും സമയം കഴിഞ്ഞു. അവിടുത്തെ MLA പോലും ഒന്ന് വന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന പോലും. എന്തായാലും അവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ട MLA ഒരു മഹാസംഭവമാണെന്ന് പറയാതെ വയ്യ. ജനങ്ങൾ ഇപ്പോൾ നന്നായി തന്നെ അനുഭവിക്കുകയാണ്. എന്തായാലും LDF ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ സമരം ഏറ്റെടുക്കുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത നമുക്ക് ലഭിക്കുകയാണ്. ഏകദേശം ആ പാരിയത്തുകാവിൽ 8ഓളം കുടുംബങ്ങളാണുള്ളത്. 8ഓളം കുടുംബങ്ങളിലായിട്ട് 100ഓളം ആളുകൾ അവിടെയുണ്ട്. അപ്പോ ആ ആളുകളുടെ ആവശ്യം നടപ്പിലാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമരം വിജയത്തിലെത്തിക്കാൻ വേണ്ടി, അവർക്ക് ഭൂമി നേടിക്കൊടുക്കാൻ വേണ്ടി എന്തായാലും CPM സഖാക്കൾ അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. അധികാരമില്ലെങ്കിലും എത്ര ഭംഗിയായിട്ടാണ് ജനങ്ങൾക്കൊപ്പം തന്നെ ഈ പാർട്ടി നിൽക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എന്നാൽ കോൺഗ്രസ് എത്ര പെട്ടെന്നാണ് മാറുന്നത്. ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ് എന്ന രീതിയിൽ അവർ നിൽക്കുകയാണ്. ഇതൊരു കോടതി നടപടിയാണ്, കോടതി നടപടി നടപ്പിലാക്കേണ്ടതാണെന്നൊക്കെയാണ് ഇവർ വാദിക്കുന്നത്. എത്ര കോടതി വിധികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതി വിധികൾ പോലും ഉണ്ടായിട്ടില്ലേ? ശബരിമല വിഷയം അടക്കമുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? അതൊക്കെ അതിന്റെ കൂടെ നടപ്പിലാക്കിയിട്ടുണ്ടോ? അങ്ങനെ കോടതി വിധികളെല്ലാം നടപ്പിലാക്കിയിട്ട് ചരിത്രമൊന്നുമില്ല. പക്ഷേ ഇവരെ അവിടെ നിന്ന് മാറ്റണം, അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കണം എന്നുള്ളത് എന്താണ് അത്ര നിർബന്ധം? എന്തായാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി ശ്രമം നടത്തണം. നിങ്ങൾ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, ജനങ്ങളെ ഈ രീതിയിൽ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ നിങ്ങൾക്കെതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരും. മനോരമയും മാതൃഭൂമിയും മുക്കി നമ്മുടെ VD സതീശനെ പൂക്കിയാക്കാനും എന്തോ വേറെ ലെവലിൽ മുഖ്യമന്ത്രിയാക്കാനും ഒക്കെ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ മനസ്സറിയാത്ത, സാധാരണക്കാരുടെ മനസ്സറിയാത്ത, ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് നമുക്ക് പൂക്കി മുഖ്യമന്ത്രി എന്നും വേറെ ലെവൽ മുഖ്യമന്ത്രി എന്നൊക്കെ വിളിക്കാൻ കഴിയുക? പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രി ഈ നാടിന് ഒരു കരുതലും ഈ നാടിന് ഒരു ആശ്വാസവുമായിരുന്നുവെന്ന് എന്തായാലും ഈ പാരിയത്തുകാവിലെ സംഭവങ്ങൾ പോലുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അവിടെ സമരം ചെയ്ത ആളുകളെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചു എന്നത് മാത്രമല്ല, ഇപ്പോൾ അവർക്കെതിരെ കേസും എടുത്തിരിക്കുന്നു. വല്ലാത്തൊരു സർക്കാർ തന്നെ. നിങ്ങൾക്ക് മനുഷ്യത്വമൊന്നുമുണ്ടോ എന്ന് ചോദിച്ചു വെച്ചുകൊണ്ട് നിർത്തുകയാണ് വടശ്ശേരി ദാമോദര മേനോൻ സതീശ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.